ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് അൺഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിട്ടാണ്. ഫസ്റ്റ് തന്നെ ഞാൻ റോസ് കോളിൻ്റെ മാല ഊരിയാണ്. അപ്പോൾ കുറച്ച് പണിയുണ്ട് ദൂരാൻ. വേർപ്പില്ലോണ്ട് ചങ്കിലൊട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വെച്ചാൽ ജട കെട്ടാണ്ടിരിക്കും കേട്ടോ. അങ്ങനെ നേരെ ലെവലൊക്കെ അവിടെ വെച്ചു. 1 സെക്കൻഡ് നമുക്ക് കൈ ചെയിൻ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഞാൻ ഊരി. ആൻഡ് തേർഡ്, ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നത് ഊരി. അത് ഊരിയിട്ട് നല്ല ചീർപ്പുണ്ട്. തല വാരി നല്ല ജട ഉണ്ടായിരുന്നു. എൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുമായിരിക്കും ജടയൊക്കെ ഉണ്ട്, ചിരിയൊക്കെ വരും. മുടി ഉണ്ടായിരുന്നു കയ്യിൽ. വളർന്നപ്പോൾ ഉതിർന്ന് വന്നത്. അങ്ങനെ മുടിയൊക്കെ വാരി നല്ല വൃത്തിയിൽ ജട കളഞ്ഞ് കുറേ ജട ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കണ്ണാടി ഉണ്ടായിരുന്നു, അതെല്ലാം നോക്കിയിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ തന്നെ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞാനെല്ലാം വാർന്ന് കഴിയുന്നുണ്ട്. കഴിഞ്ഞിട്ടാ ജട കുറേ ഉണ്ടാണ്ട് ട്രെയിൻ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വർന്ന് വേദന എടുത്തു കേസ്. ഒരു വിധത്തിൽ ഞാൻ വേദന പോയിപ്പിക്കാൻ നോക്കി. എൻ്റെ കണ്ണൊക്കെ ചുമന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കി തലോട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. മീശയാണ് കേട്ട കേസ്. മീശ വലിയ പൊപ്പാക്കിനാണ് മീശ. അങ്ങനെ തല ചുരുട്ടിക്കെട്ടിയിട്ട് നമ്മൾ കുറച്ച് പണി ഉണ്ടായിരുന്നു. ജടയിലോണ്ട് അതിൻ്റെ ഉള്ളിൽ തല ചുരുട്ടി അതിൻ്റെ ഒരു ഭാഗം തലയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് പണി ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുളിച്ചിട്ട് വരാൻ പോകുന്നു. ഡ്രസ്സൊക്കെ പൊന്തിക്കാം, മാറ്റി വരാം. എനിക്ക് കുപ്പായം എടുത്തു കേസ്. കുപ്പായ കുളിച്ചിട്ട് വന്നിട്ട് നമുക്കിനി എന്ത് ചെയ്യാം? കുക്കിംഗ് ചെയ്യാം. വരാം പോവാം. എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഞാൻ. ഓക്കെ, എന്താ ഐഡിയയിലത്തെ എന്തോ സാധനമാണെന്ന് തോന്നുന്നു. ഐഡിയയിലത്തെ സാധനം നല്ല കേസ്. അവിടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു, അത് കണ്ടിട്ടാകുമ്പോൾ ഞാൻ അതിലേക്ക് മാഗി പറക്കിയിട്ടു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മാഗി എടുത്ത് വലിയ പാക്കറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ചട്ടി വെച്ചു നമ്മൾ അടുപ്പത്ത്. മാഗി ഇടാൻ തുടങ്ങി. പെട്ടിയൊക്കെ ഞാൻ നേരത്തെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഗിയുടെ മസാലയൊക്കെ ഞാൻ സൈഡിലെടുത്ത് വെച്ചു. നമ്മൾ ഫസ്റ്റ് ഒരു കട്ട ഇട്ടു, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കട്ട ഇട്ടു, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കട്ട ഇട്ടു. ഇക്കട്ടെ വരുന്നു കേസ്. അങ്ങനെ നമ്മൾ എല്ലാം ആക്കി നമുക്കിത് പൊളിച്ചു കൊടുക്കണം. ഈ 3 കട്ടകളുണ്ടല്ലോ, അതൊന്ന് പൊളിച്ചു കൊടുക്കാം. എല്ലാം പൊളിച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. പൊളിച്ചു കൊടുത്താൽ വേഗത്തിലാവും. പൊളിച്ചു കൊടുക്കാത്തവരുണ്ടാവും, പൊളിച്ചു കൊടുക്കുന്നവരും ഉണ്ടാവും. മാഗി ആക്കുമ്പോൾ മാഗി അല്ല, ഇപ്പിയാണ് ഇനി ഞാൻ പറയൽ മാഗി എന്നാണ് കേട്ടോ. ഇങ്ങനെ എല്ലാം പൊളിക്കുന്നുണ്ട്. ചെറുതായി പൊളിച്ചാൽ നമുക്ക് വേഗം കിട്ടും. അല്ല പൊളിക്കുന്നില്ലെങ്കിൽ 3 കട്ടയും അങ്ങനെ വെച്ചാൽ നമുക്ക് വെള്ളം പൊട്ടാൻ നേരെയാവും. അപ്പോൾ 1 ഗ്ലാസ് ഞാൻ വെള്ളം ഇങ്ങനെ ഒഴിച്ചു. രണ്ടാമത്തെ ഗ്ലാസ്സും കൂടി നമുക്ക് ഒഴിക്കാം. 3 കട്ട ഉണ്ടല്ലോ, 2 ഗ്ലാസ് വേണ്ടി വരും. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കണം ഗൈസ്. ഗ്യാസ് ഓണാക്കണ്ടേ ലൈറ്ററൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, ലൈറ്റർ എടുത്തതിന് ശേഷം ചെയ്യുന്നത് ഗ്യാസ് കത്തിക്കുക എന്നുള്ള പരിപാടിയാണ്. അങ്ങനെ ഗ്യാസും കത്തിച്ചു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാഗി തിളച്ച് വന്നു ഗായ്സ്. ഇപ്പം ഈ മസാല ഇട്ടു. 2 പാക്കറ്റ് മസാലയാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അങ്ങനെ 2 പാക്കറ്റ് മസാല ഇട്ടു. നല്ല എല്ലാ സ്ഥലത്തും ഇടണം. ഒരു സ്ഥലത്ത് കിട്ടാൽ ആ സ്ഥലത്ത് മാത്രം നല്ല ഉണ്ടാവും, ബാക്കി എല്ലാ സ്ഥലത്തും കുറച്ചേ ഉണ്ടാവും. ഓക്കെ, നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാൻ പോകുന്നുണ്ട്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ മരത്തിൻ്റെ വുഡിൻ്റെ എന്തെങ്കിലും കയ്യിൽ വെച്ചിട്ട് മറ്റാണം ചെയ്യാൻ, ഇളക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഇട്ടാൽ എന്താവും, അത്ര നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് സ്റ്റീൽ യൂസ് ചെയ്യാൻ പാടില്ലല്ലോ അതിന്. അതുകൊണ്ട് നമ്മൾ വുഡിൻ്റെ കയ്യിൽ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ മാഗി ആയിട്ടുണ്ട് ഗായ്സ്. മാഗി ആയതിന് ശേഷം എന്ത് ചെയ്യാമെന്ന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റി, ഒരു ഗ്രീൻ കളർ പ്ലേറ്റിലേക്കാണ് കേട്ടോ ഞാൻ മാറ്റുന്നുണ്ട്. മാറ്റി. ഇനി നമുക്ക് മറ്റേ സ്പൂൺ ഉണ്ടല്ലോ, ഓർമ്മയില്ല കേട്ടോ ഇതിൻ്റെ പേര്. സ്പൂൺ പിന്നെ കഴിക്കാൻ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണിങ്ങനെ. നല്ല ടേസ്റ്റാണ് കേസിൻ്റെ. എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വാരി തിന്നിട്ട് പൊള്ളുന്നുണ്ട് കേട്ടോ.
അങ്ങനെ വേഗം വേഗം തിന്ന് നല്ല സൂപ്പറൊക്കെയാണെന്ന് പറയുന്നുണ്ട്. നല്ല സൂപ്പറാണ് കേട്ടോ, ഞാൻ പറയുന്നതല്ല, ശരിക്കും നല്ല രസമുണ്ട്. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം അധികം ഊറ്റിയിട്ടില്ല ഞാൻ ഇപ്പിന്ന്. ഓക്കെ, ഞാൻ കഴിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടോ ഓക്കെ ഇതൊക്കെ ഒന്ന് കണ്ടോ കേട്ടോ. എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചക്ക, ചക്ക തിന്ന പോട് ഗൈസ്. ഞാൻ നമ്മൾ ചക്കയിലുള്ള വെളിഞ്ഞറുണ്ടാവില്ലേ, മറ്റേ പശ പോലുള്ള സാധനം, അതിന് നമ്മൾ എൻ്റെ നാട്ടിലത്തെ ഒരു കളിയാർ ചിരട്ടമില്ലേ, തേങ്ങ ചിരകി ഇട്ടിട്ടാകുമ്പോൾ അതിൻ്റെ ചിരട്ട ബാക്കി ഉണ്ടാവില്ലേ, ആ ചിരട്ടനെ കൊണ്ടാണ് നമ്മളിങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ കുത്തി കളയുന്നതാണ് എൻ്റെ പൊതുവേ കാസർഗോഡ് ജില്ലയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ എണ്ണ വന്നു ഗൈസ്. 1 2 3 4 5